മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ മക്കളെ, നിങ്ങളുടെ പഠനമൊക്കെ ഏതുവരെയായി? നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റർ എക്സാമിനായിട്ട് പഠിച്ചു? നമുക്ക് അടുത്ത മാസം നമ്മളെ കാത്തിരിക്കുന്ന ഒരു എക്സാമാണ്, ക്രിസ്മസ് എക്സാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബേസിക് സയൻസിൽ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, ഏതൊക്കെ ചാപ്റ്റർ റിവിഷൻ ചെയ്തു, ആ നമ്പേഴ്സ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചു? ഒരു ചാപ്റ്റർ ആണെങ്കിൽ 1, 2 ചാപ്റ്റർ ആണെങ്കിൽ 2. ഒരു കാര്യം ചെയ്തോളൂ, ബേസിക് സയൻസ് BS എന്ന് ഇടുക. നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ അതിൻ്റെ കൗണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. മാത്സിൻ്റെത്, അതേപോലെ സോഷ്യൽ സയൻസിൻ്റെത്, ഹിന്ദീൻ്റെത്, എല്ലാത്തിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ക്രിസ്മസ് എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഉണ്ടാവാന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് എക്സാമിന് ഓരോ സബ്ജക്റ്റിൽ നിന്നും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു എക്സാമിൻ്റെ ഗൗരവമൊക്കെ എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓൾറെഡി നമ്മളൊരു എക്സാം കഴിഞ്ഞു. നമ്മൾ പുതിയ സിലബസ് ഉള്ള മക്കളാണല്ലേ, 6ാം ക്ലാസ്സിലെ നിങ്ങൾക്ക് പുതിയ സിലബസ് ആണ്. അതുകൂടാതെ തന്നെ എക്സാമിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളൊരു എക്സാം എഴുതി കഴിഞ്ഞു, ഓണം എക്സാം. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് എക്സാമിനെ കുറിച്ച് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന കാര്യമാണ്, അതിൻ്റെ ലെവലും കുറച്ച് കൂടും, അതിൻ്റെ പാറ്റേണൊക്കെ എന്ത് ചെയ്യും, കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആവുകയുള്ളൂ. ഓണം എക്സാമിനേക്കാളും കുറച്ചും കൂടെ ടഫ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു ടഫായിട്ട് തോന്നില്ല, നമുക്ക് സിമ്പിളായിരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് പഠിച്ചു പോകണം. ഇപ്പം നിങ്ങളിപ്പം ഞാൻ മിസ് ചോദിച്ചില്ലേ ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചു, അപ്പോൾ ഇതിനകത്ത് കുറേ പേര് പഠിച്ചവർക്ക് നമ്പേഴ്സ് ഇത്ര ചാപ്റ്റർ പഠിച്ചു എന്ന് കൗണ്ട് എഴുതാൻ പറ്റുന്നുണ്ടാവും. ചിലർക്ക് 1, ചിലർക്ക് 2, അതായത് അധികം കൗണ്ട് 0 ഒക്കെ വരുന്നവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഒട്ടും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളുണ്ട്. ഇപ്പം നമ്മളുടെ ബാച്ചിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു യുവ ബാച്ച് ഉണ്ട്. അപ്പോൾ ബാച്ചിൽ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സുകളായാലും റെക്കോർഡ് ക്ലാസ്സുകളായാലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പം ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ആ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അതായത് ആരെങ്കിലും പഠിക്കാതെ ബാക്കൗട്ടായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ടേക്ക് വരാനായിട്ട് കഴിയും. നിങ്ങൾക്കും ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ പറ്റും, നിങ്ങൾക്കും ടോപ്പർ ആവാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോൺഫിഡൻസ് ഒക്കെ വരും. എക്സാം കോൺഫിഡൻറ്റോട് കൂടി പോയി എഴുതാനായിട്ട് കഴിയും. അപ്പം നമ്മൾ ക്ലാസ്സുകൾ മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, എക്സാംസ് ഉണ്ട്. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് എഴുതി നോക്കണം, എക്സാമായിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കണം. എക്സാംസ് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എക്സാംസിനുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ ആയിക്കഴിഞ്ഞാൽ ഒക്കെ സെറ്റായി. ചിലത് നമ്മൾ പഠിക്കും, പക്ഷേ എക്സാംസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതെങ്ങനെയാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻസ് നമുക്കുണ്ടാവും. അപ്പോൾ നമ്മളുടെ ബാച്ചിൽ അത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ നിങ്ങൾക്ക് സൊല്യൂഷൻസ് ഉണ്ട്. നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും തന്നെ ഉണ്ട്. അപ്പം നമ്മളിപ്പം യൂട്യൂബിലേക്ക് വരികയാണെങ്കിലും ലോങ് ആയിട്ട്, അതായത് ഒരു 1 ഷോർട്ട് ക്ലാസ്, 1 മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് എടുക്കുക ചെയ്യുന്നത്. പക്ഷേ ബാച്ചിലേക്ക് വരുമ്പം നമ്മൾ ഓരോ പാർട്ടുകളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ സാവധാനത്തിൽ പഠിച്ചെടുക്കാനായിട്ടും കഴിയും. അപ്പം നമ്മൾ യൂട്യൂബിലെ 1 ഷോർട്ട് ക്ലാസ്സുകളൊക്കെ നിങ്ങളൊരു റിവിഷൻ പോലെയാണ് അപ്പോൾ കാണേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇപ്പം പറ്റിയ ടൈമാണ്, കാരണം ഇപ്പം സ്പെഷ്യൽ ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓഫർ യൂസ് ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൂടി ഒരു നമ്പർ ഓടിക്കൊണ്ടിരിക്കുന്നില്ലേ, ആ നമ്പറിൽ ഇപ്പം തന്നെ വിളിക്കുക, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഓക്കെ.